സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ആദ്യത്തെ ഇന്ത്യൻ സൈനിങ്. ഇന്ത്യൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഫോറിൻ ടച്ച് കൂടി ഉണ്ട്. കഴിഞ്ഞ കുറച്ചധികം സീസണുകളായിട്ട് 2020 മുതൽ ഒരു ഫോറിൻ ലീഗിൽ കളിച്ച എക്സ്പീരിയൻസ് ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. ഗോൾ കീപ്പർ ആയിട്ടുള്ള സോംകുമാർ. കഴിഞ്ഞ സീസണിൽ നിന്നും കരൺജിത്തും അതുപോലെ തന്നെ ലാറ ശർമ്മയും പോയ വിടവിലേക്ക് സച്ചിൻ സുരേഷിനൊപ്പമാണ് സോംകുമാർ വരുന്നത്. 2028 വരെയാണ് അതിന്റെ കരാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫോറിൻ എക്സ്പീരിയൻസും ആയിട്ടാണ് സോംകുമാർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. 2020 മുതൽ സ്ലൊവേനിയയിലെ ജൂനിയർ ലീഗിൽ നെക്സ്റ്റ് ജെൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. അവിടെ കഴിഞ്ഞ സീസണിൽ ഒളിമ്പിയ ലൂബ്ലിയാന എന്ന അണ്ടർ-19 ടീമിന്റെ ഭാഗമായിരുന്നു സോംകുമാർ. ഈ ഫോറിൻ ലീഗിൽ പോവുക, അവിടെ കളിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അവിടെയാണ് 30 മാച്ചുകൾ ആ ഒരു ടീം കഴിഞ്ഞ സീസണിൽ കളിച്ചതിൽ 13 എണ്ണത്തിലും സ്റ്റാർട്ട് ചെയ്യാൻ, ഗോൾ കീപ്പിംഗ് പൊസിഷൻ കൈകാര്യം ചെയ്യാൻ ഒരു അവസരം ഇതിന് കിട്ടിയിരുന്നു. 13 മാച്ചുകൾ, അതിൽ 6 ക്ലീൻ ഷീറ്റ് ഉണ്ട്. കഴിഞ്ഞ സീസണിൽ ആ ഒരു ടൂർണമെന്റ്, ആ ഒരു ലീഗ്, ആ ഒരു ടീം അവസാനിപ്പിച്ചത് 3ാം സ്ഥാനക്കാരായിട്ടാണ്. സോ കഴിഞ്ഞ സീസണിലെ ആ ഒരു ക്ലബിന്റെ പെർഫോമൻസിൽ ചെറുതല്ലാത്തൊരു ഭാഗമാവാനും നമ്മുടെ സോംകുമാറിന് സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്റ്റാറ്റുകൾ, അവിടുത്തെ മാച്ചുകൾ കാണാനാണ് നമ്മൾ ആദ്യമേ ശ്രമിച്ചത്. പക്ഷേ ഒരു അണ്ടർ-19 ടീം ആയതുകൊണ്ട് ആ മാച്ചിന്റെ ടെലികാസ്റ്റോ ഫുൾ ലെങ്ത് മാച്ചുകളോ ഹൈലൈറ്റ്സോ പോലും അവൈലബിൾ അല്ലായിരുന്നു. സ്റ്റാറ്റുകൾ എടുത്ത് ഈ പറഞ്ഞ പോലെ കണക്കുകൾ വെച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെയും അധികം കളിച്ച 13 മാച്ചസിൽ 9 മാച്ചിന്റെ മാത്രം ബേസിക് സ്റ്റാറ്റ്സ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 9 മാച്ചുകളിലേക്ക് വരുമ്പോൾ അവിടെ ടോട്ടൽ 34 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ളത്. അതിൽ 24 സേവ് ചെയ്യാൻ, 10 ഗോൾ കൺസിഡർ ചെയ്ത് ബാക്കി 24 ഗോളുകളും സേവ് ചെയ്യാൻ അതിന് സാധിച്ചിട്ടുണ്ട്. സോ ഈ ക്ലീൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഡിഫൻഡേഴ്സിന്റെ ഒരു അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കൊണ്ട് ഗോൾ കീപ്പേഴ്സിന് ക്ലീൻ ഷീറ്റ് കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സംഭാവന സോംകുമാറിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഏകദേശം 2.6 ആണ് സേവ്സ് പെർ ഗെയിം അതിന്റെ വരുന്നത്. സോ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള കണക്കുകൾ വെച്ചിട്ട് ഒരു ഫോറിൻ ലീഗിൽ ഒരു ഫോറിൻ ക്ലബിന് വേണ്ടി പെർഫോം ചെയ്തൊരു വലിയ എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇദ്ദേഹം നമ്മുടെ ടീമിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതേ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ അണ്ടർ-20 സാഫ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ അണ്ടർ-20 ടീമിലെ ഭാഗമായിരുന്നു സോംകുമാർ എന്നുള്ളത്. ആ ഒരു ടൂർണമെന്റിൽ ഒരു മാച്ച് ഒഴികെ, ഫസ്റ്റ് മാച്ച് ഒഴികെ ബാക്കി 4 മാച്ചിലും ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ ഉണ്ടായിരുന്നത് സോംകുമാർ ആയിരുന്നു. 3 ക്ലീൻ ഷീറ്റ് അദ്ദേഹം സ്വന്തമാക്കി. ഗോൾ കീപ്പർ ഓഫ് ദ ടൂർണമെന്റും സോംകുമാർ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൂർണമെന്റിലെ മാച്ചുകൾ, അദ്ദേഹം കളിച്ചിട്ടുള്ള മാച്ചുകളെല്ലാം നമ്മൾ ഫുൾ ലെങ്ത് മാച്ചുകൾ അവൈലബിൾ ആയിരുന്നു. ആ മാച്ചസ് ഒക്കെ നമ്മളിത് കണ്ടിരുന്നു. പക്ഷേ അതിലൊരു മെജോറിറ്റി മാച്ചിലും നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിഫൻഡേഴ്സിന്റെ അല്ലെങ്കിൽ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടാറുന്ന മാച്ചുകളാണ് കൂടുതലുണ്ടായിരുന്നത്. നേപ്പാളിനെതിരെയാണെങ്കിലും ശ്രീലങ്കയ്ക്കെതിരെയാണെങ്കിലും വലിയ മാർജിനിലാണ് ആ ടൂർണമെന്റിൽ ഇന്ത്യ ജയിച്ചത്. 8 ഗോളുകളൊക്കെ നേപ്പാളിനെതിരെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വലിയ കാര്യമായിട്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ പോലും അദ്ദേഹത്തിലേക്ക് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ആ ഒരു മാച്ച് ഫുൾ ലെങ്ത് മാച്ചുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ആകെ അദ്ദേഹം ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മാച്ച് എന്ന് പറയുന്നത് ഫൈനലിൽ ബംഗ്ലാദേശിനെതിരെയാണ്. അവിടെ കുറച്ചധികം ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ അദ്ദേഹം ഫേസ് ചെയ്തു. 2 ഗോൾ ആ ഒരു മാച്ചിൽ അദ്ദേഹം കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ മാച്ചുകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങളൊന്നും ഇതേപ്പറ്റി സംസാരിക്കാൻ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നോട്ടീസ് ചെയ്ത 1-2 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അതിന്റെ ബോൾ ഡിസ്ട്രിബ്യൂഷനാണ്. ഈ ഗോൾ കിക്ക് ആണെങ്കിലും ഈ ബാക്കിലേക്ക് അതിലേക്ക് വരുന്ന മൈനസ് പാസുകളാണെങ്കിലും അവിടെയെല്ലാം നല്ല രീതിയിലുള്ള ലോങ് ബോൾസ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ ഗോൾ കിക്കിന്റെ കാര്യമാണെങ്കിലും അതിന്റെ ഓൾമോസ്റ്റ് എല്ലാ കിക്കും സെൻട്രൽ ലൈൻ കഴിഞ്ഞ് തന്നെ പോകുന്നുണ്ട്. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ചില സമയത്തുള്ള അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പോൾ ഗോൾ കിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്ക് പാസ് വരുന്നൊരു മൈനസ് പാസ് ആയിരിക്കാം. അത് ഓപ്പണന്റ് ടീമിന്റെ ബോക്സിന് അവിടെ വരെ എത്തുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റിലേക്ക് മാറാൻ പോകുന്ന രീതിയിലേക്കോ ആ ടൂർണമെന്റിലെ ചില മാച്ചുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അത്തരം ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗോൾ കിക്ക് അല്ലെങ്കിൽ ഗോൾ കീപ്പറിന്റെ ഭാഗത്ത് വരുന്ന ലോങ് ബോളുകളുടെ കാര്യത്തിൽ ഒരു സവിശേഷത ഇതിന്റെ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല പവറും അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ നമുക്കൊരു റീസ്റ്റാർട്ട് കിക്ക് അറ്റാക്കിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിനുള്ള ബോളുകളാണ് അദ്ദേഹം സപ്ലൈ ചെയ്യുന്നത്. സോ അവിടെ ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഗോൾ കിക്കും ഇതുപോലുള്ള ഹൈ ലോങ് ബോളുകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഉറപ്പും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രത്യേകതയും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കോൺഫിഡൻസ് ഫാക്ടറാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ സച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും ലാറ ശർമ്മ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും അവരെക്കാൾ ഏജ് കുറവാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ്, കുറേ അധികം ബിഗ് ടൂർണമെന്റ്സും ഗെയിംസും കളിച്ചതിന്റെ ഒരു മാച്ച് എക്സ്പീരിയൻസ് ഇതിനുണ്ട്. ഇപ്പോൾ സാഫ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റ് അടിച്ച ആ ഒരു ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുമ്പോഴും ഫോറിൻ ലീഗിൽ പോയി കളിച്ച എക്സ്പീരിയൻസിന്റെ കാര്യം പറയുമ്പോഴും അവിടെ എല്ലാം ഈ പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ, ഒരു യങ് ടാലന്റ് എന്ന രീതിയിൽ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാൻ പാകത്തിനുള്ള ഒരു എക്സ്പീരിയൻസ് അതിന് കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു കാര്യം നമ്മളിപ്പോൾ ISLലേക്ക് വരുമ്പോൾ ഒരു യങ് പ്ലെയർ എന്ന രീതിയിൽ നമ്മളൊന്ന് പേടിച്ച് ഇതിന്റെ കാര്യത്തിൽ അപ്രോച്ച് ചെയ്യേണ്ടി വരില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. സച്ചിന്റെ കാര്യം പറയുമ്പോഴും വിപിൻ മോഹന്റെ കാര്യം പറയുമ്പോഴും എയിമന്റെ കാര്യം പറയുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ഒരു യങ് പ്ലെയർ, ഒരു യങ് ടാലന്റ്, ഒരു അപ്കമിങ് പ്ലെയർ അതിൻ്റെതായുള്ള പ്രശ്നങ്ങളോ പകപ്പോ ഒന്നും ഇല്ലാതെ അവർ കളിക്കുന്നുണ്ട്. സെയിം സംഭവം നമുക്ക് ISLൽ സോംകുമാറിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ സാഫ് ചാമ്പ്യൻഷിപ്പ് കളിച്ച ടീമിലെ അതിന്റെ പെർഫോമൻസ് കാണുമ്പോഴും വിത്ത് ബോൾ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമാണ്. ബാക്ക് പാസുകളും അദ്ദേഹത്തിന് പന്ത് തൊടാൻ അവസരം കിട്ടിയത് തന്നെ ആ ടൂർണമെന്റിൽ വളരെ കുറച്ചാണ്. പക്ഷേ ആ തൊടുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ
ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ബിൽഡപ്പ് പ്ലേസിൽ അദ്ദേഹം സപ്ലൈ ചെയ്യുന്ന ബോളുകളാണെങ്കിലും ഈ ലോങ് ബോൾ കൊടുക്കുന്നതാണെങ്കിലും ക്രോസുകൾ ക്യാച്ച് ചെയ്യുന്നതാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഫാക്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾ കീപ്പേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഈ ഹൈറ്റ് അഡ്വാൻറ്റേജ് ഒരു ബോണസ് ആയിട്ട് വരാറുണ്ട്. ഹൈറ്റ് ഉള്ള ഗോൾ കീപ്പേഴ്സ് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് യാതൊരു നിർബന്ധമില്ല. നേരെ തിരിച്ചുമാണ്, ഹൈറ്റ് ഇല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നല്ല. പക്ഷേ ഹൈറ്റ് പലപ്പോഴും ടോപ്പ് കോർണേഴ്സിലേക്ക് വരുന്ന ബോളുകളൊക്കെ സേവ് ചെയ്യാൻ ഒരു ബോണസ് ആയിട്ട് കീപ്പേഴ്സിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ 1.91 മീറ്റർ ആണ് അതിന്റെ ഒരു ഹൈറ്റ് കാണുന്നത്. ലാറയായിട്ടൊക്കെ സെയിം ആയിട്ട് വരുന്ന ഒരു കണക്കാണ്. അതിനുള്ള സജനേക്കാൾ കൂടുതൽ ഉയരം നമ്മൾ കാണുന്നുണ്ട്. സോ ആ ഒരു ബോണസ് എന്ന രീതിയിൽ വരുന്ന ഒരു കാര്യം അത് പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സംഭവമല്ല. പക്ഷേ ജസ്റ്റ് അതിന്റെ കണക്കുകളിലൂടെ പോയപ്പോൾ കണ്ടൊരു കാര്യം ഷെയർ ചെയ്തു മാത്രം. ഇനി ആ സാഫ് ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം വഴങ്ങിയ 2 ഗോൾ നേരത്തെ പറഞ്ഞ പോലെ അധികം കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഷോട്ടുകൾ, ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ആ ടൂർണമെന്റിൽ തന്നെ വളരെ കുറവായിരുന്നു. പക്ഷേ വന്ന 2 ഗോളുകൾ അവിടെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ഗോളിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹം വഴങ്ങിയിട്ടുള്ള ആദ്യത്തെ ഗോൾ അത് പൂർണ്ണമായിട്ടും ഇതിന്റെ മാത്രം എറാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ചെറുതായിട്ട് അവിടെ നിന്ന് ബ്ലൈൻഡ് ആയി പോകുന്നുണ്ട്. ആ ഒരു ബോൾ ബ്ലോക്ക് ചെയ്യാൻ ഇന്ത്യയുടെ 2 പ്ലേയേഴ്സ് അതിന്റെ ഫ്രണ്ടിലായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ക്ലോസ് ആയിട്ട് ഒരു ബംഗ്ലാദേശ് പ്ലെയറും പിന്നെ ഒരു ഇന്ത്യൻ പ്ലെയറും ഉണ്ട്. സോ അവിടെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു വിഷൻ അതിന് കിട്ടാതെ പോയതുകൊണ്ടായിരിക്കാം ആ ബോൾ സേവ് ചെയ്യാൻ പറ്റാതിരുന്നത്. അല്ലാത്ത പക്ഷം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോട്ടായിട്ട് തന്നെയാണ് ആ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ കുറച്ചധികം ബ്ലൈൻഡ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അവിടെ കുറച്ചുകൂടി കൺജസ്റ്റഡ് ഏരിയ ആണ്, ഡി ബോക്സിന്റെ ഉള്ളിലാണ്, കുറച്ചുകൂടി ക്ലോസ് റേഞ്ചിലാണ് ആ ഷോട്ട് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സൊക്കെ വളരെയധികം ഇറങ്ങി നിന്ന് ഗോൾ കീപ്പറിന്റെ വിഷനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് പൊസിഷൻ ചെയ്യുന്നത്. സോ അവിടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഫാക്ടർ, പ്രോപ്പറായുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ കുറവ് പോലെ തോന്നി. പക്ഷേ നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ പ്ലേയേഴ്സിന്റെ മൂവ്മെന്റ്സിലൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ പൊസിഷനിങ് കറക്റ്റ് ആയിരുന്നു. പക്ഷേ റിഫ്ലക്സിന്റെ കാര്യത്തിൽ കുറച്ച് ബ്ലൈൻഡ് ആയിട്ട് പോയപ്പോൾ റിഫ്ലക്സ് കുറച്ച് ലേറ്റ് ആയി വരുന്നത് പോലെ ഫീൽ ചെയ്തു. രണ്ടാമത്തെ ഗോളിലേക്ക് വരുമ്പോഴും സെയിം സംഭവമാണ്. ഇതേപോലെ ക്ലോസ് റേഞ്ചിൽ ഡി ബോക്സിന്റെ അകത്ത് നിന്ന് ഷോട്ട് എടുക്കുമ്പോൾ അവിടെ പറഞ്ഞ പോലെ 4 ഇന്ത്യൻ പ്ലേയേഴ്സും ഒരു ബംഗ്ലാദേശ് പ്ലെയറും ഫ്രണ്ടിലായിട്ട് തന്നെയുണ്ട്. അവിടെയും അതിന്റെ വിഷനെ അദ്ദേഹം ഒന്ന് ബ്ലൈൻഡ് ആവുന്ന രീതിയിലേക്ക് ആ ഒരു പോസ്റ്റ് മാറുന്നുണ്ടാവും. ആ ഷോട്ട് പോസ്റ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒന്ന് ട്രൈ ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയും അതിന്റെ റിഫ്ലക്സിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പോസ്റ്റിനിങ് കുറച്ചുകൂടി ആ ഒരു ഫസ്റ്റ് പോസ്റ്റിനോട് ചേർന്നിട്ടാണ് പോസ്റ്റിൻ ഉള്ളത്. പോസ്റ്റിനിങ്ങിൽ നമുക്ക് കാര്യമായിട്ട് പ്രശ്നം പറയാനില്ല. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ ബ്ലൈൻഡ് ആയി പോകുമ്പോഴുള്ള ജഡ്ജ്മെന്റ്, അവിടുത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു റിഫ്ലക്സ് അത് കുറച്ച് കുറവായിട്ട് ആ മാച്ചിൽ അവിടുത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ ഷോർട്ടായിട്ട് വരുന്ന, സേവ് ആയിട്ട് വരുന്ന ചില ബോളുകൾ അത് ജസ്റ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ക്യാച്ച് പിടിക്കാൻ പറ്റാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആ ഒരു സാഫ് ചാമ്പ്യൻഷിപ്പിൽ നടന്ന കാര്യങ്ങളാണ്. അതിനുശേഷമാണ് അദ്ദേഹം സ്ലൊവേനിയയിൽ പോയി ഈ പറഞ്ഞ കുറച്ചധികം എക്സ്പീരിയൻസ് നേടുന്നത്. സോ അതെല്ലാം ശരിയായിട്ട് വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ആ ടൂർണമെന്റ് കണ്ടപ്പോൾ അവിടെ കാര്യമായിട്ട് ഇതിന് ഒന്നും ചെയ്യാനില്ലാത്തതുപോലെയും ഇനി ചെയ്ത സിറ്റുവേഷൻസിലാണെങ്കിൽ അതൊരു 100% പെർഫെക്റ്റ് എന്ന രീതിയിൽ വന്നതായിട്ടും ഫീൽ ചെയ്തില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണിലെ കണക്കുകൾ കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു ഇമ്പ്രൂവ്മെന്റ് നടന്നിട്ടുണ്ട് എന്നതിനെ പറയാൻ പറ്റും. സോ എന്തായാലും കഴിഞ്ഞ 1-2 സീസണുകളായിട്ട് ഈ ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് യങ് ടാലൻസിലാണ് വിശ്വാസം അർപ്പിക്കുന്നത്. അത് ഇതുവരെയും കാര്യമായിട്ട് വർക്കായിട്ടുണ്ട്. അപ്പോൾ ഗില്ലിൽ തുടങ്ങിയിട്ട് സച്ചിൻ സുരേഷ്, ഏറ്റവും ഒടുവിൽ അത്യാവശ്യം നീറ്റായിട്ട് കിട്ടിയ അവസരത്തിൽ ലാറ ശർമ്മ, ഈ 3 പേരും പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഗോൾ കീപ്പിംഗ് കോച്ച് ഇപ്പോഴും ഈ സീസണിൽ നമ്മുടെ ടീമിനൊപ്പം ഉണ്ട്. സോ ഇദ്ദേഹത്തിനെയും കൃത്യമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും സച്ചിൻ സുരേഷിന് കരൺജിത്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പാർട്ണറിനെ തന്നെയാണ് നിലവിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അത് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിൻ്റെ മാച്ച് എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഫോറിൻ ലീഗിൽ കളിച്ച എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു നല്ല കോൺട്രാക്ട്, ഒരു ലോങ് കോൺട്രാക്ട് ടീമിൽ അതിന് കൊടുത്തിട്ടുണ്ട്. സോ ഒരു നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അതിനുണ്ട്, അതിനുള്ള ടാലന്റ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ഓൾറെഡി ഒരു ബേസ് അതിന് നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ്. സോ ഇനി ഇവിടുത്തെ അതിൻ്റെ പെർഫോമൻസും ഇവിടെ അതിന് കിട്ടുന്ന ട്രെയിനിങ്സും ഇവിടെ അദ്ദേഹം എങ്ങനെ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് കാണാൻ സാധിക്കുക. സോ എന്തായാലും ഒരു നല്ല ഓപ്ഷനായിട്ട്, ഒരു നല്ല ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ ഒരു നല്ല റീപ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതേപ്പറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതല്ലാതെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.